പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹോപ്പ് ആൻഡ് പ്രോമിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ കാൽപ്പാടുകൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ എനിക്ക് കർത്താവായ യേശുവിനെ ഉയർത്തുവാൻ ലഭിച്ച നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്റെ പേര് ഷേർലി ടൈറ്റസ് എന്നാണ്. ഞാൻ കോട്ടയം സ്വദേശിയാണ്. കോട്ടയത്ത് കുടമാളൂർ എന്ന സ്ഥലത്താണ് എന്റെ ജന്മദേശം. ഞാനൊരു റോമൻ കത്തോലിക്ക ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതാണ്. എന്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. ഭവനത്തിൽ സന്തോഷമോ സമാധാനമോ ഇല്ലായിരുന്നു. എന്നാൽ എന്റെ മാതാവ് യാക്കോബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നത്. എന്നാൽ മാതാവ് ഒരു ഭക്തയായിരുന്നു. വീട്ടിൽ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങൾ 3 മക്കളാണ്. എനിക്കൊരു സഹോദരനും സഹോദരിയും ഉണ്ട്. ഞങ്ങളെ 3 പേരെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. പിതാവ് മദ്യപാനി ആയതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ല. എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കോട്ടയം ടൗണിൽ ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ മദ്യപാനിയായ പിതാവായതുകൊണ്ട് ആ ഒരു സന്തോഷം എനിക്ക് ലഭിച്ചില്ല. ഞാൻ 8-9 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴത്തേന് ഞാൻ വേദപാഠം എന്നാണ് ഞങ്ങൾ കത്തോലിക്കത്തിൽ പറയുന്നത്. അങ്ങനെ ആ വേദപാഠ ക്ലാസ്സുകളിൽ അധ്യാപകനോട് ചോദിക്കും, നമ്മൾ വിഗ്രഹാരാധനയല്ലേ ചെയ്യുന്നത്, നമുക്ക് ഒത്തിരി മധ്യസ്ഥന്മാരുണ്ടല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. എന്റെ മാതാവ് മറ്റുള്ള കൂട്ടായ്മയിൽ പോയതുകൊണ്ട് അവിടെ പാസ്റ്റർമാരൊക്കെ വരും. അപ്പോൾ ഈ വേദപുസ്തകത്തിലെ സത്യം അറിയാവുന്നതുകൊണ്ട് വീട്ടിൽ വന്ന് ഞങ്ങളോട് പറയും. എന്നാൽ അമ്മയ്ക്ക് ഈ സത്യത്തിലേക്ക് ഇറങ്ങി വരാൻ ഭയമായിരുന്നു. എന്നാൽ ഞാൻ അധ്യാപകരോടൊക്കെ ചോദിക്കും, നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന്. അപ്പോൾ അവർ പറയും, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിൽ ഒരാൾ മരിച്ചെങ്കിൽ നമ്മൾ അവരുടെ ഫോട്ടോ വെക്കുമല്ലോ. ഞാൻ പറഞ്ഞു, ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് പ്രാർത്ഥിക്കത്തില്ലല്ലോ. അപ്പൊ കത്തോലിക്കരുടെ ഇതില് മരിച്ചു പോയവരോട് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അങ്ങനെയാണ്. എന്നാൽ ആ സമയത്തൊന്നും എനിക്ക് സത്യത്തിലേക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്റെ 19ാമത്തെ വയസ്സിൽ എന്റെ ഒരു കസിൻ സിസ്റ്റർ ഈ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് കർത്താവ് വീണ്ടും വരുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് സുവിശേഷം പറയാനിടയായി തീർന്നു. കർത്താവ് വീണ്ടും വരും, പിന്നീടുള്ള കാര്യങ്ങൾ, മഹോപദ്രവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഭീതിയായി. ദൈവം ഈ അവസ്ഥയിൽ പാരമ്പര്യത്തിലൂടെ പോയാൽ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ എത്തത്തില്ലല്ലോ. ഞാൻ അങ്ങനെ ഒരു 91 ഫെബ്രുവരി 26-ാം തീയതിയാണ് ഞാൻ അന്ന് രാത്രിയിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് എന്റെ കർത്താവിനോട് എന്റെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു. അതിനുശേഷം ഞാൻ എന്റെ ആ ചേച്ചിയോട് പറഞ്ഞു, എനിക്കും നിങ്ങളുടെ കൂടെ കൂട്ടായ്മയ്ക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പാസ്റ്റർ ചേച്ചിയുടെയൊക്കെ ഭവനത്തിൽ വന്നു. ഞങ്ങൾ എന്റെ പ്രായമുള്ള ചില യൗവനക്കാരായ സഹോദരിമാരുണ്ട്. അവരെ ഞങ്ങൾ 3-4 പേരിരുന്ന് ദേവദാസൻ ഞങ്ങളോട് വചനം പറഞ്ഞ് പഠിപ്പിച്ചു തരും. അങ്ങനെ ഞാൻ പിന്നീട് എന്റെ ആ സഹോദരിയുടെ കൂടെ ഫെയ്ത്ത് ഹോമിലേക്ക് പോകാൻ തുടങ്ങി. 2 ആഴ്ച പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് പേടിയാ ഷേർലി, കാരണം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് ചേച്ചിയെ, എനിക്ക് പേടിയാണ്, എല്ലാവരും കൂടി എന്നെ ഉപദ്രവിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പേടിയില്ല, എനിക്ക് നല്ല ധൈര്യമാണ്, ചേച്ചിയാണ് എന്നെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്, എന്നാൽ അത് ഞാൻ മറ്റുള്ളവരോടൊന്നും ആ കാര്യം പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ സാക്ഷ്യം പറയണം, എഴുന്നേറ്റ് നിന്ന് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അപ്രകാരം 3-ാമത്തെ ആഴ്ച സഭയിൽ ചെന്ന് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ആ സഭ IPC സഭയാണ്, കോട്ടയത്ത് വാരിശ്ശേരി എന്ന പ്രദേശത്താണ്. ആ സഭയിലുള്ള ദേവദാസനും ദൈവമക്കളും എല്ലാം എനിക്ക് വേണ്ടി ഒത്തിരി കൈത്താങ്ങലും പ്രാർത്ഥനയും നൽകി. ശനിയാഴ്ച രാത്രിയിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നാളെ സ്നാനപ്പെടാൻ പോവാന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടിയാ, എല്ലാവരും കൂടി എന്നെ വഴക്ക് പറയുമല്ലോ, കാരണം ഞങ്ങളുടെ പിതാവിന്റെ സഹോദരങ്ങള് ബന്ധുമിത്രാദികളെല്ലാം അടുത്തടുത്താണ്. അപ്പോൾ ഭയങ്കര പാരമ്പര്യമായ ഇതിൽ നിന്ന് വിട്ടുപോരുമ്പോൾ അമ്മയ്ക്കറിയാം അതിന്റെ പ്രയാസം എന്തോ മാത്രം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ധൈര്യമുണ്ട്, എന്നെ കർത്താവ് നിലനിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച തന്നെ ഭവനത്തിൽ നിന്ന് വസ്ത്രങ്ങൾ കൊണ്ടുപോയി ഞാൻ എന്റെ വേറൊരു കസിൻ സിസ്റ്ററുടെ വീട്ടിൽ താമസിച്ച അന്ന് രാത്രിയിൽ പിറ്റേന്ന് സഭായോഗത്തിന് ചെന്നു സ്നാനപ്പെടുന്നതിന് മുമ്പേ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്ന ആഭരണമൊക്കെ ഊരി മാറ്റിയായിരുന്നു. എന്നാൽ എന്റെ പിതാവോ സഹോദരനോ അതിനോട് എതിർപ്പില്ലായിരുന്നു. അവർക്ക് എന്നാൽ പിതാവിന്റെ മറ്റുള്ള ഭവനത്തിലുള്ളവരാണ് വളരെ എതിർപ്പുമായി വന്നു. പള്ളിയിൽ നിന്ന് ഒരു ദിവസം അച്ഛനെ കൊണ്ടുവന്ന് ഒത്തിരി 150 പേരുണ്ട്, കൂട്ടായ്മയുണ്ടായിരുന്നു. അവരെല്ലാം നിൽക്കുമ്പോൾ വന്ന്, എന്താണ് ഇങ്ങനെ പോകാൻ കാരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ, അച്ഛാ ഇപ്പോഴാണ് എനിക്ക് സുബോധം വന്നത്. അപ്പോൾ ഇത്രയും നാള് സുബോധം ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്രയും നാളും അറിയത്തില്ലായിരുന്നു, ദൈവവചനം കേട്ടപ്പോൾ ഇതാണ് ശരിയെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസത്തിന് ശേഷം എന്റെ അമ്മയും എന്നോടൊപ്പം കൂട്ടായ്മയ്ക്ക് വരികയും അമ്മയെ സ്നാനപ്പെടാനിടയായി തീർന്നു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ സഹോദരി ആ സമയത്ത് വിവാഹം കഴിച്ചയച്ചിരുന്നു. 2ാമത്തെ മോൻ ജനിച്ചു. അത് ജന്മന ഹാർട്ടിന് ഹോളായിരുന്നു.
അവൻ 6 മാസമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ അടുത്ത് ഒരു പെന്തക്കോസ്ത് അമ്മാമി ഉണ്ടായിരുന്നു. അവരെ കൂട്ടായ്മയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവനും ദൈവം വിടുതൽ കൊടുത്ത് 30 വയസ്സ് വരെ കുഞ്ഞ് ജീവിച്ചു. കഴിഞ്ഞ മാസമാണ് അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അങ്ങനെ ആ പൈതൽ മുഖാന്തരം പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ വരാനും എന്റെ സഹോദരിയും കുടുംബവും കർത്തൃവേല ചെയ്യുവാനും ദൈവം സഹായിച്ചു. ഇന്നും അവർ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ എന്റെ 19ാമത്തെ വയസ്സിൽ എനിക്ക് ഈ മാർഗത്തിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചു. ഒത്തിരി എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും സാരമാക്കാതെ എന്റെ പിതാവിന്റെ ഒരു ജ്യേഷ്ഠനാണ് ഞങ്ങൾക്ക് കൂടുതൽ എതിർപ്പായി നിന്നത്. വളരെ നിങ്ങൾ ഇത്രയും നാൾ മാതാവിനെ വിളിച്ചുകൊണ്ട് നടന്നിട്ട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് രാത്രിയുടെ യാമത്തിൽ തൊട്ടടുത്താണ് ഭവനം, ഉറങ്ങാൻ പോലും കഴിയത്തില്ല. ഞാൻ ചെവിക്കകത്ത് വിരലിട്ടുകൊണ്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. വളരെ ഞങ്ങളെ ചീത്ത വിളിക്കും. ഒരു ദിവസം പ്രാർത്ഥന വെച്ചപ്പോൾ കതക് വന്ന് തല്ലിപ്പൊളിച്ചു, കല്ല് വാരി എറിയൊക്കെ ചെയ്തു. എന്നാൽ അവിടെയൊക്കെ നിൽക്കുവാൻ എനിക്കും എന്റെ അമ്മയ്ക്കും ദൈവം കൃപ നൽകി. അങ്ങനെ അതിനുശേഷമായി കൊച്ചിയുടെ പ്രദേശത്ത് 1 വർഷം കടന്നുപോയി സുവിശേഷം അറിയിക്കാൻ ലവ് കൊച്ചിൻ 96 എന്ന് പറഞ്ഞ ഒരു സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവമായ കർത്താവ് അവസരം നൽകി. അതിനുശേഷമായി എന്റെ വിവാഹം പല ചിന്തകൾ വന്നു. എന്നാൽ കർത്താവിന്റെ ദാസനുമായിട്ടുള്ള വിവാഹ ചിന്ത വന്നു. അന്ന് ഒരു ജോലി ചെയ്യുകയാണ്, അഡ്വക്കേറ്റിന്റെ ക്ലർക്കായിരുന്നു. അപ്പോൾ എനിക്ക് സുവിശേഷ വേല ചെയ്യുന്നവരെയായിരുന്നു എനിക്ക് ആഗ്രഹം. എന്നാൽ എന്റെ ഒരു സിസ്റ്റർ പറഞ്ഞു, നിന്നെ കർത്താവ് വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ സമയത്ത് വിളിച്ച് വേർതിരിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹം വന്നപ്പോൾ ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, നിന്റെ ഹിതമാണെങ്കിൽ മാത്രമേ വിവാഹം നടക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹം നടന്നു. അതിനുശേഷം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാനും 3 ദിവസം പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ദൈവഹിതപ്രകാരമുള്ള വിവാഹമായിരിക്കണമെന്ന്. എന്നാൽ എന്റെ കർത്താവ് എന്നെ ഓരോ ദിവസവും വഴി നടത്തുന്നു. എന്റെ ഭർത്താവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. എന്നാൽ എനിക്ക് ഈ പെന്തക്കോസ്ത് സഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയം പറയുന്നത് പോലും ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ എന്റെ ഹസ്ബൻഡ് രാഷ്ട്രീയത്തിൽ മുൻപന്തിയിലായിരുന്നു. കോപ്പറേറ്റീവ് ബാങ്കിന്റെ ബോർഡ് മെമ്പർ ആയിരുന്നു. എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ വളരെ ഭാരമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ, ദാസന് ദൈവം ഒരു വിടുതൽ കൊടുക്കണം, ഈ രാഷ്ട്രീയത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 98-ലാണ് ഞങ്ങൾക്ക് ഒരു മോൻ ജനിക്കുവാൻ ഇടയായി തീർന്നു. കോഴഞ്ചേരിയുടെ പ്രദേശത്താണ് എന്നെ വിവാഹം കഴിച്ചയച്ചത്. അങ്ങനെ മോൻ ജനിച്ചപ്പോൾ തന്നെ ആൺകുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവനെ വളർത്തിക്കൊണ്ട് വന്ന് അവന് നാക്ക് തിരിയുന്ന സമയം തൊട്ട് അവനോട് പറഞ്ഞു കൊടുക്കും, യേശോപ്പച്ച എന്നെ ഒരു പാസ്റ്ററാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അങ്ങനെ 3.5 വയസ്സിൽ അവന് നിരന്തരമായി ചുമയുടെ പ്രയാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരൂടി 3.5 വയസ്സിൽ ഞാൻ പറഞ്ഞു, ഞാൻ അവനെ സമർപ്പിച്ചതാണ് കർത്താവിന്റെ വേലയ്ക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരൂടി 3.5 വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവനെ സമർപ്പിച്ചു. ആ സമയമായപ്പോഴത്തേന് കർത്താവിന്റെ ദാസൻ ജോലി വിടാൻ കാരണമായി. കാരണം ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ലക്ഷക്കണക്കിന് രൂപ കടഭാരമായി തീർന്നു. ഞാൻ പലപ്പോഴും പറയുമ്പോഴൊക്കെ സുവിശേഷ വേലയെക്കുറിച്ച് പറയുമ്പോഴൊന്നും കർത്താവിന്റെ ദാസൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഞാൻ പറയും, അവിടെയുള്ള സഹോദരിമാരോട് ഞാൻ ട്രാക്ട് കൊടുക്കാൻ പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, നിന്റെ ഭർത്താവ് ഒരു സുവിശേഷകനല്ലെന്ന് പറയുമായിരുന്നു. എന്നാൽ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ജോലി വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു രാത്രിയിൽ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ നാളെ മുതൽ ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്ത് പട്ടിണി വേണേലും ഞാൻ കിടന്നോളാം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജോലി നമുക്ക് തിരഞ്ഞെടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് 1 വർഷത്തോളം ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്ത് ചെയ്യണം, എന്ത് ജോലി തിരഞ്ഞെടുക്കണം, എങ്ങനെ പോകണമെന്നോ. എന്റെ ആഗ്രഹം മുഴുവനും കർത്താവിന്റെ വേല ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ 1 വർഷത്തിന് ശേഷമായി കർത്താവിന്റെ ദാസൻ തീരുമാനിച്ചു ദൈവവചനം പഠിക്കാമെന്ന്. അങ്ങനെ ദൈവവചനം പഠിക്കാൻ വേണ്ടി കുമ്പനാട് 3 വർഷം പഠിക്കുവാൻ ദൈവമായ കർത്താവ് സാഹചര്യം ഒരുക്കി കൊടുത്ത് ആ 3 വർഷം പഠിക്കാൻ ഇടയായതിന് ഇടയ്ക്ക് തന്നെ 1-ാം വർഷത്തിൽ തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് മറ്റൊരു പഞ്ചായത്തിൽ, നാരങ്ങാനം എന്ന് പറയുന്ന പഞ്ചായത്തിലേക്ക് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ പ്രാർത്ഥന തുടങ്ങി. 2 മാസം കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുടുംബമായി അവിടെ വന്ന് താമസിച്ച് പ്രാർത്ഥന നടത്തുവാനും വീടുകൾ സന്ദർശിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. 3 വർഷത്തെ പഠനം എന്ന് പറയുമ്പോൾ വളരെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. 3-ാം വർഷം ആയപ്പോഴത്തേന് ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അന്ന് മോൻ UKG പഠിക്കുമ്പോഴത്തേന് അവന് വളരെ പ്രയാസങ്ങൾ ഉണ്ടായി. ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഒത്തിരി കഷ്ടതയിൽ കൂടെ ഞങ്ങൾ പോയി. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ ഒരു നിവൃത്തിയില്ല. ആദ്യത്തെ ഒരാഴ്ച റൂമിനകത്ത് ഞങ്ങൾ അവനെ വെളിയിൽ ഇറക്കത്തില്ല, കാരണം ചുറ്റുപാടുകളുള്ളവർ അറിയുമല്ലോ. 4:30 കഴിയുമ്പോഴേ മോനെ റൂമിൽ നിന്ന് പുറത്തിറക്കത്തുള്ളായിരുന്നു. അങ്ങനെ 2-ാം ക്ലാസ്സിലായപ്പോൾ സ്കൂളിൽ വിടാൻ ഒരു സാഹചര്യവും ഇല്ല. അപ്പോൾ ഞാൻ മലയാളം മീഡിയത്തിലേക്ക് ഞങ്ങള് പൈതലിനെ മാറ്റുവാൻ ഇടയായി തീർന്നു. 2-ാം ക്ലാസ്സിൽ 1 വർഷം മാത്രം അവൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു. എന്നാൽ പിന്നെയും 3-ാം ക്ലാസ് മുതൽ അവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കുവാൻ ദൈവം വഴികളൊക്കെ തുറന്നു. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്ത്
ഞങ്ങൾ 3 പേരും പനിയായി ഭാരപ്പെടുന്ന സമയത്ത് പനി കഴിഞ്ഞ് കർത്താവിന്റെ ദാസൻ പിന്നെ ബൈബിൾ കോളേജിലേക്ക് പോയി. ഞാനും മോനും പനിച്ചു കിടക്കുകയാണ്. ആഹാരമൊന്നും വേണ്ട രീതിയിലില്ല. അപ്പോൾ മോൻ എന്നോട് പറഞ്ഞു, മമ്മി എനിക്കൊരു റൊട്ടി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ പപ്പാടെ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ അവനൊരു പാട്ട് പാടി, മനമേ ചഞ്ചലമെന്തിന് കരുതാൻ വല്ലഭനില്ലയോ എന്ന്. എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ വളരെ പ്രയാസപ്പെട്ടു. അതെ, ശരിയാ മോനെ, ഇവിടെ കർത്താവ് കരുതുന്നവനാ, മോൻ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ അടുത്ത മുറിയിൽ പോയിരുന്ന് അവൻ പ്രാർത്ഥിക്കും. ഇച്ചിരി കഴിഞ്ഞ് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, മമ്മി എനിക്കൊരു പപ്സും ഒരു ജാമും വേണമെന്ന് പറഞ്ഞു. എനിക്ക് കരയാനല്ലാതെ ഒന്നിനും നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു, മോനെ മോൻ പ്രാർത്ഥിക്ക്, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം കർത്താവിന്റെ ദാസൻ വരുന്നത് നോക്കിയിരിക്കുക കുഞ്ഞ്. വന്നപ്പോൾ കയ്യിൽ കവറൊന്നുമില്ല. അവൻ എന്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, മമ്മി ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും രക്ഷയില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറയാൻ ഇടയായില്ല. ഉടനെ കർത്താവിന്റെ ദാസൻ കയറി വന്ന്, എന്താ മോൻ പറയുന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടൊന്നും രക്ഷയില്ലെന്നാ പറയുന്നേന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് കുഞ്ഞു ഇവിടെ വീട്ടിലിരുന്ന് ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയം അവിടെ ഫുഡ് കഴിഞ്ഞ് ചാപ്പലിൽ പോയി കർത്താവിന്റെ ദാസൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു സഹോദരന്റെ കൈ പോക്കറ്റിലേക്ക് വന്നു. അന്നത്തെ സമയമാണ്, 100 രൂപയാണ്. അപ്പോൾ പറഞ്ഞു, കുഞ്ഞിന്റെ പ്രാർത്ഥന കേട്ടതാണ് ദൈവം എന്ന് പറഞ്ഞു. മോന് ബ്രെഡ് വേണോന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ബ്രെഡ് ഒന്നും വേണ്ട, എന്തെങ്കിലും മതി. അന്നത്തെ ആ സാഹചര്യത്തിൽ അന്ന് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞങ്ങള് ചോറ് വെക്കുന്നത്. പിന്നെ മിക്കവാറും 1 കിലോ ഒക്കെ ആട്ട മേടിച്ചു. ഞങ്ങൾ പോയി വാങ്ങത്തില്ല, മോനെ വിടും, അവൻ കുഞ്ഞായതുകൊണ്ട് സാരമില്ലല്ലോ. അങ്ങനെ മിക്കവാറും ചോറെന്ന് പറയുന്ന സാധനം ആഴ്ചയിൽ ഒരു ദിവസമോ ചുരുക്കം നാളുകളിലെ ഞങ്ങൾക്ക് ചോറുള്ളു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പൈതല് അരിയൊക്കെ എടുത്തോണ്ട് വരുമ്പോഴത്തേ തലയെ വെച്ച് തുള്ളിച്ചാടും. കാരണം അതുപോലെ ഇല്ലായ്മയിലും ഞെരുക്കത്തിലുമാണ്. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കാൻ കർത്താവ് സഹായിച്ചു. ആദ്യ സമയങ്ങൾ ഞങ്ങൾ 6 മാസത്തോളം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളായിരുന്നു സഭായോഗത്തിന്. എന്നാൽ പിന്നീട് ചില സഹോദരിമാരും കുഞ്ഞുങ്ങളും ഒക്കെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരും. ഞങ്ങൾക്ക് സ്തോത്രകാഴ്ച ഇടാനില്ലാത്തപ്പോൾ ഞങ്ങൾ പാത്രം വെക്കത്തില്ല. അപ്പോൾ അവരെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നു, അയ്യോ സ്തോത്രകാഴ്ച ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തരും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടും ഞെരുക്കം കടപ്പാരം ഒരു വശത്ത്. എന്നാൽ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ വിശ്വാസത്തോടെ നിൽക്കുവാൻ കർത്താവ് ഓരോ ദിവസവും കൃപ നൽകിക്കൊണ്ടിരുന്നു. കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ ഒരു 5ാം ക്ലാസ് വരെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 5ാം ക്ലാസ്സിലായപ്പോൾ ഞങ്ങൾ മറ്റൊരു ICSE സിലബസിലുള്ള ഒരു സ്കൂളിലേക്ക് മാറ്റി. അവിടെ ഒരു പെന്തക്കോസ്തുകാരുടെ സ്കൂളാണത്. അവിടെ ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് പകുതി ഫീസ് കൊടുത്താൽ മതി. അങ്ങനെ അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു സാറ് TPM വിശ്വാസിയാണ്. ഞാൻ എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടു. അന്ന് മുതൽ അവനെ സ്കൂളിലാക്കിയ അന്ന് മുതൽ എല്ലാ മാസവും സാറിന്റെ ദശാംശം പൈതലിന്റെ കൊടുത്തുവിടും. അത് ഞങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങായിരുന്നു. അങ്ങനെ കർത്താവിന്റെ വേലയിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ പാർത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ ഞങ്ങൾ 5ാമത്തെ വീട്ടിലാണ് പാർക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് കർത്താവിന്റെ ദാസന് പലവിധമായ രോഗങ്ങൾ വന്നു, എനിക്ക് പലവിധമായ രോഗങ്ങൾ വന്നു. അവിടെയൊക്കെയും പ്രാർത്ഥനയാൽ കർത്താവ് വിടുതൽ നൽകിക്കൊണ്ടിരുന്നു. കർത്താവിന്റെ ദാസൻ 20 വർഷമായി ഒരു മരുന്ന് പോലും എടുക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. ഒത്തിരി രോഗങ്ങൾ വന്നു. 2020 തോന്നുന്നു കർത്താവിന്റെ ദാസന്റെ ശരീരം മുഴുവനും പരുക്കൾ ബാധിച്ചു. ഏകദേശം ഒരു 70 പരുക്കൾ ഉണ്ടായിരുന്നു. രാത്രിയുടെ യാമത്തിലൊക്കെ മുട്ടയാൽ മാത്രമില്ല വരൂ, മുട്ടയെ കുത്തി നിന്ന് പ്രാർത്ഥിച്ച് വെളിച്ചെണ്ണ പുരട്ടും. അങ്ങനെ 22 ദിവസത്തിന് ശേഷമാണ് ആ പരുക്കളെല്ലാം വാടി തുടങ്ങി അങ്ങനെ പുറത്തിറങ്ങുന്നത്. അങ്ങനെ ഒത്തിരി രോഗസൗഖ്യം കർത്താവിന്റെ ദാസന് കൊടുത്തു. എനിക്കും ശരീരത്തിൽ ഒത്തിരി ക്ലേശങ്ങൾ വന്നു. 9 മാസത്തോളം എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു 5-8 ദിവസങ്ങൾ ആശ്വാസം കിട്ടും. എന്നാൽ നിരന്തരമായി രോഗം മുഖാന്തരം വളരെ പ്രയാസം. എന്നാലും ഞങ്ങൾ പോകേണ്ടിടത്തൊക്കെ പോകുമായിരുന്നു. ഒരു ദിവസം കാനൽ ലീലമാമ എന്ന് പറഞ്ഞ ദൈവദാസി ഞങ്ങളുടെ വീടിനടുത്ത് വന്നതാണ് ഒരു പ്രാർത്ഥനയ്ക്ക്. ഞങ്ങളപ്പോൾ വഴിയിൽ വെച്ച് കണ്ടു. അവിടുത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്ന ആ ഭവനത്തിലേക്ക് വരാവോ എന്ന് ചോദിച്ചു. അങ്ങനെ പ്രിയ കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. കയറി വന്ന ഉടനെ എന്റെ വയറ്റത്തോട്ട് കൈവച്ചിട്ട് എന്നെ അടുത്ത റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, മോളെ ഇപ്പോൾ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ക്യാൻസർ ആണെന്ന് പറയും എന്ന് പറഞ്ഞ് ശത്രു ഒരുക്കിയിരിക്കുന്ന രോഗബന്ധനമാണ്, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 21 ദിവസം 17 ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചു. ബാക്കി ദിവസം പൂർണ്ണമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് അതിൽ നിന്ന് അത്ഭുതകരമായ സൗഖ്യം നൽകി. അതുപോലെ പിന്നീട് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ബ്രസ്റ്റിൽ ഒരു മുഴ വന്നു. അതും ഞങ്ങൾ കൊണ്ട് കാണിച്ചു. ഞാൻ പറഞ്ഞു, എന്താണേലും നമ്മള് പോസിറ്റീവ് ആണേലും നെഗറ്റീവ് ആണേലും എനിക്ക് എന്ത് വന്നാലും ഞാൻ പ്രാർത്ഥിച്ചാൽ മതി, എനിക്കൊരു വിടുതൽ കർത്താവ് തരുമെന്ന് പറഞ്ഞു.
എന്നാൽ പോയി FNAC ടെസ്റ്റ് എടുത്തു. ദൈവത്തിന്റെ കൃപയാൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ശരീരത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കഷ്ടങ്ങളും ഭാരങ്ങളിലൂടെയൊക്കെ ദൈവം ഞങ്ങളെ നടത്തിയെങ്കിലും അവിടെയൊക്കെയും വിടുതലും ആശ്വാസവും സൗഖ്യവും നൽകുവാനിടയായി തീർന്നു. ഞങ്ങളുടെ മോന്റെ ചെറുപ്പകാലങ്ങളിൽ അവന്റെ സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞല്ലോ 5ാം ക്ലാസ് വരെ വളരെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മോനെ ഡിഗ്രിക്ക് വേണമെങ്കിൽ പോകാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു വേണ്ട, എനിക്ക് ബൈബിൾ കോളേജിൽ പോയാൽ മതി, വെറുതെ ആ സമയം 3 വർഷം കളയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂരിൽ ന്യൂ ലൈഫ് കോളേജിൽ അവൻ 3 വർഷം PTH പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം അവന് വിദേശ രാജ്യത്ത് പോയി പഠിക്കണമെന്ന് അനേക ദൈവദാസന്മാരിലൂടെയുള്ള ആലോചന ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പൈതലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവം അവന് വേണ്ടിയും ദൈവ അത്ഭുതത്തിന്റെ വഴികൾ തുറന്നു. 19 ആയപ്പോഴത്തേന് എന്റെ വലത്തെ കാലിന് വളരെ ഒരു വേദന കടന്നു വന്നു. അപ്പോൾ ജനുവരി മാസത്തില് ഒരു ആലോചന ഉണ്ടായിരുന്നു, വോക്കറെ നടത്താൻ ശത്രുവിന് പദ്ധതി ഉണ്ടെന്ന്. പല ആലോചനകൾ പറഞ്ഞ കൂട്ടത്തിലായതുകൊണ്ട് ഈ ആലോചന ഞങ്ങൾ മറന്നേ പോയി. എല്ലാ വർഷവും ഏപ്രിൽ ഞങ്ങൾ 21 ദിവസം ഉപവസിക്കുന്ന പതിവുണ്ട്. ഏപ്രിൽ മാസം 1-ാം തീയതി പ്രാർത്ഥന തുടങ്ങി. 4-ാം തീയതി ആയപ്പോൾ എന്റെ വലതു കാലിന്റെ മുട്ടിന് മേളിലായിട്ട് വേദന തുടങ്ങി. 7-ാം ദിവസമാണ് ഈ ആലോചന ഓർക്കുന്നത്. പിന്നെ വന്ന ദേവദാസന്മാരെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 2 മാസം ആയപ്പോൾ എനിക്ക് ഉറക്കം കുറവാണ്. വെളുപ്പിനെ ഒരു ദൈവശബ്ദം കേട്ട്, അമേസിംഗ് ഗ്രേസ്. ആ ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റ് കർത്താവിന്റെ ദാസൻ എപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നീട് എനിക്ക് വേദന അങ്ങ് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. 24 മണിക്കൂറും 2 കാലിനും വേദന ബാധിച്ചു. ഒരു ഡ്രസ്സ് പോലും മുട്ടാനൊക്കത്തില്ല. എനിക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. ആദ്യ സമയമൊക്കെ ഒരു 2.5 മണിക്കൂർ വെളുപ്പിനെ ഉറങ്ങും, പിന്നീട് ഉറങ്ങാനേ പറ്റത്തില്ല. വളരെ പ്രയാസത്തിലൂടെ പോയി. ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. 12 കിലോയോളം ഞാൻ കുറയാനിടയായി തീർന്നു. എന്റെ കാലിന്റെ മസിലുകളെല്ലാം നഷ്ടപ്പെട്ട് മുറിക്കകത്തൂടെ പിടിച്ചു വേണം നടക്കാൻ. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കാലെല്ലാം അങ്ങ് ശോഷിച്ച് പിടിച്ചു നടക്കുന്നതിന്റെ ഇടയ്ക്കും ഞാൻ തന്നെ അങ്ങ് ഇരുന്നു പോകും. കാലിന് ബലമില്ലാത്തത് കൊണ്ട് സഭായോഗത്തിൽ ഞാൻ കിടക്കും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഇരിക്കാനൊക്കത്തില്ല. വലിയ ബ്ലാങ്കറ്റ് കട്ടിയിൽ വിരിച്ച് ഞാൻ അതിൽ കിടക്കുകയായിരിക്കും. എല്ലാ ദൈവമക്കളും ദയനീയമായി എന്നെ നോക്കും. ക്ഷമിക്കേണ്ട, സമയമാകുമ്പോൾ ദൈവം എഴുന്നേൽപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. എനിക്ക് ബ്രഷ് ചെയ്യാൻ പോലും നിൽക്കാനൊക്കത്തില്ല. വളരെ ഭാരത്തോടുകൂടി ആയിരുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങളുടെ സഭയിലുള്ള ഒരമ്മാമ വന്ന് ഞങ്ങൾക്ക് ഫുഡുണ്ടാക്കും. എല്ലാ കാര്യങ്ങളും അമ്മാമ തന്നെ ചെയ്യുവാൻ ഇടയായി തീർന്നു. അത് വലിയൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ വേദന ഓരോ മാസവും കൂടി വന്നു. 9 മാസത്തോളം വളരെ അതികഠിനമായ പ്രയാസമായിരുന്നു. 21 ദിവസം ആദ്യത്തെ ഉപവാസം കഴിഞ്ഞ് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, ഒരു മനുഷ്യനോട് പറയുന്ന പോലെ തന്നെ പറഞ്ഞു, കർത്താവേ എനിക്ക് ഇനി ഒന്നിച്ചിനി ഉപവസിക്കാൻ ഒക്കത്തില്ല. കാരണം 92 വയസ്സുള്ള ഞങ്ങളുടെ അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അത്രയും നാൾ ഞാൻ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് വയ്യാതായപ്പോഴത്തേന് കർത്താവിന്റെ ദാസനാണ് ഒത്തിരി കാര്യങ്ങൾ അമ്മച്ചിയുടെ നോക്കുന്നത്. വീട്ടിലെ മറ്റേ അമ്മാമ്മ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുമെങ്കിൽ എല്ലാം എടുത്ത് ചൂടാക്കി ഞങ്ങൾക്ക് 3 പേർക്കും കർത്താവിന്റെ ദാസൻ തരണം. അമ്മച്ചിയെ കുളിപ്പിക്കണം. അതിന് എന്നെ ആദ്യം കസേര പിടിച്ചുകൊണ്ടിരുത്തും. അതിനുശേഷം അമ്മച്ചിയെ ഞാൻ കുറച്ച് കുളിപ്പിക്കും. ബാക്കി കർത്താവിന്റെ ദാസനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യാനുള്ള പ്രയാസം കൊണ്ട് ചില ദിവസങ്ങൾ നീണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടെടുത്ത് 21 ദിവസം ഉപവസിക്കാനിടയായി തീർന്നു. ആ ഉപവാസത്തിന്റെ ഓരോ ദിനങ്ങളിലും എനിക്ക് ഒത്തിരി വിടുതലും സൗഖ്യവും കർത്താവ് നൽകുവാനിടയായി തീർന്നു. ഓഗസ്റ്റ് 25-ാം തീയതി ഒരു സൺഡേ ആണ് 19. അന്ന് വെളുപ്പിനെ എനിക്ക് അതികഠിനമായ വേദന. മോൻ വന്ന് കാലെ പിടിച്ചു അമക്കി പിടിക്കും. കർത്താവിന്റെ ദാസൻ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ഒന്നെങ്കിൽ എനിക്കൊരു സൗഖ്യം തരണം, അല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ തന്നെ എടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ അല്പം ഒന്ന് മയങ്ങിയ സമയത്ത് ഞാൻ ഒരു ദർശനം കാണുകയാണ്. എന്റെ ഹസ്ബൻഡിനെയാണ് ആദ്യം കാണുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഹസ്ബൻഡ് അല്ലെന്ന്. എന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി, ഞാൻ കിടക്കുന്ന റൂമാണ്, മുട്ടുകുത്തി ഇരുന്നിട്ട് എന്നെ അങ്ങ് ചേർത്ത് പിടിച്ച് ദൈവത്തിന്റെ വചനം അങ്ങ് പറയുകയാണ്. എനിക്കത് വലിയൊരു സമാധാനവും ആശ്വാസവുമായി. അന്ന് എനിക്ക് സഭായോഗത്തിന് ഇരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചതല്ല. എന്നാൽ ആ സഭായോഗത്തിൽ ഇരുന്നു 2 പേര് വേണം എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. എനിക്ക് കാല് തൂക്കിയിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് പോലെ ഇരിക്കാനൊക്കത്തില്ല. ഏതെങ്കിലും വീടുകളിൽ ചെന്നാൽ സെറ്റിയെ കാല് നീട്ടി വെച്ചിരിക്കും, അല്ലെങ്കിൽ നിലത്തിരിക്കും. വളരെ പ്രയാസമാണ്. 4 മാസം ആ ഉപവാസം കഴിഞ്ഞപ്പോൾ ഒത്തിരി ആശ്വാസമുണ്ട്. എങ്കിലും പൂർണ്ണമായ വിടുതലായിട്ടില്ല. രാത്രി ഗ്രാമത്തിലൊക്കെ എനിക്ക് ഉറക്കമില്ല. അപ്പോൾ ഞാൻ പാട്ടുകൾ പാടിക്കൊണ്ട് പ്രസംഗം കേൾക്കും. അങ്ങനെ നിരന്തരം പാട്ടുകൾ പാടിക്കൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. ഓരോ മുറിയിലും മാറി മാറി കിടക്കും. കാരണം കർത്താവിന്റെ ദാസൻ ഉറങ്ങണമല്ലോ. അതുകൊണ്ട് എന്നാൽ എന്റെ വലിയവനായ ദൈവം
19 ഡിസംബർ മാസത്തില് 7 ദിവസം കൂടി പിന്നെയും കർത്താവിന്റെ ദാസൻ ഉപവസിച്ച് അമ്മച്ചിക്ക് ഒരു വിടുതൽ വേണം, എനിക്കൊരു പൂർണ്ണ വിടുതൽ വേണം. അങ്ങനെ ആ ഉപവാസത്തിന്റെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മച്ചിയെ ശുശ്രൂഷിക്കാനുള്ള ആരോഗ്യവും ബലവും എനിക്ക് നൽകി. അങ്ങനെ 20 ജനുവരി 4 അമ്മച്ചി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷവും പിന്നെയും ഞങ്ങളുടെ മോന്റെ തുടർന്നുള്ള പഠനത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കോവിഡ് സമയമാണ്. അപ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ സാധാരണ ഒരു കുടുംബത്തിലെയാണല്ലോ. ഞങ്ങൾക്ക് ഒത്തിരി പണമൊന്നും ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ മോനെ വിദേശത്ത് അയക്കും? അവൻ ഓറൽ റോബർട്സ് യൂണിവേഴ്സിറ്റിയിലെ അവൻ ആപ്ലിക്കേഷൻ അയച്ചു. അവർ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു. എന്നാൽ 21.5 ലക്ഷം രൂപ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. എന്നാൽ വിശ്വാസത്തോടെ കർത്താവിനുള്ള ആശ്രയത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സമയമായപ്പോൾ ഒരു വ്യക്തിയെ ദൈവം ഒരുക്കി 21.5 ലക്ഷത്തിന് പകരം 25 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ഇട്ട് അങ്ങനെ അവന്റെ കാര്യങ്ങളൊക്കെ ശരിയായി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് എങ്ങനെ താമസിക്കും? ഹോസ്റ്റലിലൊക്കെ താമസിക്കണമെങ്കിൽ പണത്തിന്റെ ഒത്തിരി ആവശ്യമുണ്ടല്ലോ എന്നോർത്ത് ഭാരപ്പെടുമ്പോൾ എന്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു സഹോദരിയെ ഞങ്ങൾ ആ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയ കോവിഡ് സമയത്ത്. അങ്ങനെ ആ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് പ്രിയ സഹോദരിയുടെ നമ്പർ കണ്ട് ഞാൻ അവളെ വിളിപ്പാൻ ഇടയായി തീർന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ കോളേജിന്റെ അടുത്താണ് താമസിക്കുന്നത്, എന്റെ വീട്ടിൽ വന്ന് മോൻ പാർക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ മോൻ 21 ജനുവരി 18 ഇവിടെ നിന്ന് കോളേജിലേക്ക് യാത്രയാകുവാൻ ഇടയായി തീർന്നു. എന്റെ പ്രിയ ഫ്രണ്ടിന്റെ വീട്ടില് 10 മാസത്തോളം താമസിപ്പാൻ സ്വന്തം മാതാപിതാക്കളെ പോലെ അവര് പൈതലിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുവാനും അവരെ കോളേജിൽ കൊണ്ടുവിടുവാനും ഒക്കെ ഇടയായി തീർന്നു. അതിനുശേഷം അവർക്ക് അവിടുന്ന് വീട് മാറേണ്ടതുണ്ടായിരുന്നു. അവരെ എല്ലാ നിലയിലും ഞങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങായി തീർന്നു. പൈതലിന് പിന്നീട് അവിടെ തുടർന്ന് പഠിക്കാനും വേറൊരു അപ്പാർട്ട്മെന്റ് എടുത്ത് ചില കുഞ്ഞുങ്ങൾ ചേർന്ന് അവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ 3.5 വർഷമായി പൈതല് കടന്നു പോയിട്ട്. ഈ മെയ് മാസത്തിൽ പൈതലിന്റെ ഗ്രാജുവേഷനാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ വാഗ്ദത്തം നിമിത്തം മാത്രമാണ് പൈതല് കടന്നു പോകാൻ ഇടയായി തീർന്നത്. കഴിഞ്ഞ മാസം നാട്ടിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, എന്റെ സഹോദരിയുടെ മോന് അവൻ സുഖമില്ലാതിരുന്നപ്പോൾ പെട്ടെന്ന് അവനെ വന്ന് കാണാൻ വേണ്ടി 11 ദിവസത്തേക്ക് വരുവാനും കർത്താവ് സഹായിച്ചു. അവൻ പോയതിനു ശേഷമാണ് ആ പൈതൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റാഫായിട്ട് ജോലി കിട്ടുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അവിടെയുള്ള ചർച്ചില് ആക്റ്റീവായിട്ട് പോകുവാനും വചന ശുശ്രൂഷയ്ക്കൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ കർത്താവ് ഓരോ ദിവസവും ഞങ്ങളെ അതിശയമായി നടത്തും. ഞങ്ങൾക്ക് ഇന്നും സ്വന്തമായ ഒരു സഭയില്ല, വാടക വീട്ടിലാണ്. വാടക വീടിന്റെ മുറ്റത്ത് ടെന്റ് അടിച്ചിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. വലിയകുളം എന്ന സ്ഥലത്താണ്, നാരങ്ങാനത്ത്. ഏകദേശം ഒരു 15 കുടുംബത്തോളം ഇപ്പോൾ ഞങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിക്കുന്നു. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മാസം നവംബർ മാസത്തില് എനിക്ക് പെട്ടെന്ന് ആദ്യത്തെ ആഴ്ചയില് എന്റെ വലത് കൈക്ക് ഒരു വേദന വന്നു. എനിക്ക് പെട്ടെന്ന് വളരെ പ്രയാസമായി. കൈ മുഴുവനും അനക്കത്തില്ല, രാത്രിയിൽ കിടക്കാനൊക്കത്തില്ല, കൈ വെട്ടും. കർത്താവിന്റെ ദാസൻ ഉറക്കളച്ചിരുന്ന് കൈ പതുക്കെ താങ്ങി വെക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വേദന സഹിക്കാനൊക്കത്തില്ല, ഒരു സ്പൂൺ പോലും പിടിക്കാനൊക്കത്തില്ല, വലത് കൈ കൊണ്ട് ഒന്നും പറ്റത്തില്ല. എന്റെ എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ ദാസൻ വേണം നോക്കാൻ. അപ്പോൾ കൈയുടെ ഇവിടം താന്ന് ഇങ്ങനെ വന്നു. എല്ലാരും പറഞ്ഞു ഡിസ്ലൊക്കേഷൻ ആയിരിക്കും, ആരെയെങ്കിലും ഒന്നുകൊണ്ട് കാണിച്ച് ഒന്ന് പിടിച്ചിട്ടാ ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത് ഓമല്ലൂരുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോകാൻ ഇടയായി തീർന്നു. അവര് പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആകാൻ ഒക്കത്തില്ല, വേറെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമെങ്കിൽ. അങ്ങനെ അവര് ഒരു ധാരയിട്ട് വിടുവാനിടയായി തീർന്നു. ഇവിടെ സഭയുടെ ഉപവാസ പ്രാർത്ഥനയാണ്. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയും തുടർന്നു. 16-ാമത്തെ ദിവസം വെള്ളിയാഴ്ച വൈകിട്ടാണ് ഞങ്ങളുടെ ഒരു സഹോദരൻ ഒരു പാട്ട് പാടി, എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ. ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് കൈയടിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, വിടുതലിന്റെ കരം നീട്ടുവാൻ ഇടയായി തീർന്നു. എനിക്ക് 9 മാസത്തോളം എന്റെ കാലിന് പ്രയാസം ഉണ്ടായപ്പോഴും എന്റെ ദൈവം എന്നെ വിടുവിച്ചു. 1 വർഷം കഴിഞ്ഞാണ് ഞാൻ ശരിക്കും നടക്കാൻ തുടങ്ങിയത്. അല്ലാത്തപ്പോൾ എന്നെ കർത്താവിന്റെ ദാസൻ പിടിച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒത്തിരി രോഗസൗഖ്യങ്ങള്, ഒത്തിരി വിടുതലുകള് എന്റെ ദൈവമായ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കുടുംബമായി കർത്താവിന്റെ ദാസനും നൽകിയിട്ടുണ്ട്. കർത്താവിന് വേണ്ടി പിന്നെയും അധികം ശക്തിയോടെ നിൽക്കുവാൻ, അനേകരുടെ ഇടങ്ങളിൽ കടന്നുപോയി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവ് സഹായിക്കണം. ഈ ദേശത്ത് പിന്നെയും കർത്താവിന് വേണ്ടി നിൽക്കണം. ഇപ്പോൾ ഞങ്ങൾ 20 വർഷമായി ഈ ദേശത്ത് തന്നെ കർത്താവിന് വേണ്ടി നിൽക്കുന്നു. ഇവിടെ ഇനി ഒരു ആരാധനാലയം ഉണ്ടാകണം. പിന്നെയും അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ട ഈ പ്രദേശങ്ങളിൽ മിക്കവാറും ഭവനങ്ങളിൽ ഞങ്ങൾ കടന്നു പോകാനും സുവിശേഷം അറിയിക്കുവാനും
കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കുവാൻ, പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ ഓർത്ത് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണം. ഈ സമയം ദൈവം എനിക്ക് അനുവദിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു.